സൊമാറ്റോ നമുക്ക് ഫ്ലാറ്റ് പേ തന്നു തുടങ്ങിയിട്ട് ഇന്നേക്ക് ശരിക്കും 4ാമത്തെ ദിവസമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ കഴിഞ്ഞ 4 ദിവസവും ഞാൻ വർക്കിന് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഫ്ലാറ്റ് പേ എന്ന് നിൽക്കുന്നില്ലെന്ന് അറിയില്ല. അപ്പോൾ നിൽക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കുക. സോ ഇന്നലെ ഞാൻ പുറത്ത് പോയ സമയത്ത് ബൈക്കിൻ്റെ അകത്തുനിന്ന് ബാഗൊക്കെ എടുത്ത് മാറ്റി. അപ്പം ഈ ബൈക്ക് ഉണ്ട്, ഇതെനിക്ക് എടുത്ത് പുറത്തേക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇതിന് കുറച്ച് പാച്ച് വർക്കുകളും കാര്യങ്ങളും ഈ ഭാഗത്തൊക്കെ കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിവിടെ സൈഡാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് പുറത്തേക്ക് പോവാണെങ്കിലും ആദ്യം ഈ ബാഗ് അയക്കണം, എന്നിട്ട് മാത്രമേ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഞാൻ ബാഗ് ഇതേ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഞാനിപ്പം സൊമാറ്റോയുടെ ബാഗ് കെട്ടാത്ത വേറെ ഒന്നുമല്ല, അത് ഭയങ്കര ഒരു അഴുക്ക് പിടിച്ച് കിടക്കുന്ന സാഹചര്യത്തിലായതുകൊണ്ട് നമുക്ക് കെട്ടണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഈ ബാഗ് എടുത്ത് കെട്ടിയിട്ട് നമുക്ക് വർക്കിന് ഇറങ്ങാം. ഈ ഇടയായിട്ട് ഓരോ ദിവസവും ഓരോന്നിനു വേണ്ടി പണിക്ക് ഇറങ്ങുന്ന പോലെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ പോയത് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലടയ്ക്കാൻ, ഇന്ന് പോകുന്നത് കറണ്ട് ബില്ലടയ്ക്കാൻ, നാളെ പോകുന്നത് ഗ്യാസിന്റെ ബില്ലടയ്ക്കാൻ. ഇങ്ങനെയായി ജീവിതം എല്ലാം കൂടെ. പിന്നെ വേറെ കേട്ടോ EMI, മീന്, ചിക്കൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇന്നതിന് വേണ്ടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പണിക്ക് പോകാൻ തുടങ്ങുന്നത്. ഇന്ന് നമ്മുടെ സൊമാറ്റോ ഫ്ലാറ്റ് പേ ഇൻസെന്റീവില് 4ാമത്തെ ദിവസമാണ് സുഹൃത്തുക്കളെ. ഇന്നും എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 രൂപ പ്രോഫിറ്റ് അടിച്ച് തിരിച്ചു വരിക എന്നുള്ളതാണ്. എന്റെ ബൈക്കിന്റെ ബാക്കത്തെ ടയറിന് ചെറിയൊരു പഞ്ചർ ഉണ്ടെന്ന് തോന്നുന്നു. കാറ്റ് മൊത്തത്തിൽ പാളിയിരിക്കുകയാണ്. പിന്നെ ആ പഞ്ചർ ഇനി അടയ്ക്കുന്നതിനെക്കാട്ടും നല്ലത് ടയർ മാറ്റുന്നതാണ്. കാരണം ടയറിന്റെ നൂലൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പിന്നെ ടയർ മാറ്റാനുള്ള ഒരു എമൗണ്ട് ഇപ്പൊ താൽക്കാലികമായി എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തൽക്കാലം പെട്രോൾ പമ്പിന്ന് കാറ്റ് അടിച്ചിട്ട് മെല്ലെ ഇങ്ങനെ പോവാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ക്രെഡിറ്റ് കാർഡും ഗ്യാസിന്റെ ബില്ലും കറണ്ട് ബില്ലും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചെലവ് അധികമുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ ടയർ മാറ്റാൻ നിന്നാൽ ശരിയാവില്ല. പാട്ടച്ചോനെ പണി പാളയല്ലോ, വണ്ടി പൊളഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഭാഗ്യത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പമ്പ്. ഈ ട്യൂബ്ലെസ് ടയറിന് ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലെങ്കിലും കാറ്റ് നമുക്കുണ്ടെങ്കിൽ വണ്ടി ഓടിച്ച് പോവാലോ. അതായത് ആ ടയറിന്റെ റിമ്മിന്റെയും ആ ഒരു പൊസിഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ചെറിയ കാറ്റെങ്കിലും ടയറിൽ നിൽക്കും. ഇത്ര സ്പീഡിൽ വന്നത് കൊണ്ട് അതും തെന്നി മാറി. ഇനിയിപ്പോ കാറ്റടിച്ചാൽ നിൽക്കുമോ എന്തോ. നമ്മൾ 11 മണിക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, ഇനിയിപ്പോ 11 മണി കഴിഞ്ഞാലും ഇൻസെന്റീവ് ഒന്നല്ലല്ലോ. ഇപ്പൊ ഫ്ലാറ്റ് പേ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നോക്കിയേ, ഇതാണ് അവസ്ഥ. ഓ ഗോഡ്, ഇതൊന്നായിട്ട് തെന്നി പോയിട്ടുണ്ടല്ലോ. കാറ്റ് തീരെയില്ല. അടിച്ചു നോക്കാം, കിട്ടിയാ കിട്ടി. ഫ്ലാറ്റ് ടയർ ഒന്നും ഞെങ്ങുന്നില്ല. എവിടെ ഇതിന്റെ കാറ്റ്? പണിപ്പാളി ഗൈസ്. ഞാൻ വീട്ടിൽ നിന്ന് പണിക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ആ ഇറങ്ങിയ സമയം തന്നെ ഇങ്ങനെ പണി തരാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോ എന്തായാലും ടയർ ഷോപ്പ് കാണിക്കണം. അപ്പൊ അവിടുന്ന് പുള്ളിക്കാരൻ പറയും, മോനെ ഇത് ടയർ മാറ്റണം, അല്ലാണ്ട് നടക്കൂല എന്നൊക്കെ പറയും. ഇപ്പൊ ഞാൻ ആ റിമ്മിന്റെ ടയറിന്റെ ഒരു പൊസിഷൻ കാണിച്ചില്ലേ, ആ പൊസിഷൻ കറക്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ആ പൊസിഷനൊന്നും തെന്നിപ്പോയത് കൊണ്ടാണ് ഇപ്പൊ പണി മൊത്തത്തെ പാളിപ്പോയത്. ഇതിപ്പോ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് സേഫ് അല്ല രണ്ട് കാര്യത്തിനും. ഇപ്പൊ റിമ്മായിരിക്കും റോട്ടിൽ തട്ടുക, കാരണം ടയറൊന്നും തെന്നിട്ട് റിമ്മ് പുറത്ത് ചാടി വന്നിട്ട്. ഇത് ചെറിയൊരു പഞ്ചർ ഉണ്ട്. 2-3 ദിവസം വെച്ച് കഴിഞ്ഞാല് കാറ്റ് ഒഴിഞ്ഞു പോകും. പക്ഷെ വിഷയം ഈ ഇപ്പൊ മൊത്തത്തിൽ ഒഴിഞ്ഞ് ഒരു ഡെയിലി വെള്ളക്കുപ്പിയൊക്കെ ഉണ്ട്, എടുത്ത് മാറ്റട്ടെ. സെറ്റായില്ലേ? അങ്ങനെ പണിക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു മുട്ടം പണി കിട്ടി. 20 രൂപ അങ്ങനെ പോയി കിട്ടി. ഞാൻ ഉദ്ദേശിച്ചത് പൈസയുടെ അല്ല, നമുക്ക് ഇറങ്ങുമ്പോ തന്നെ ഒരു അപശകനമാണല്ലോ ഇത്. ടയർ പഞ്ചറാവാൻ, പഞ്ചറും അല്ല, ഈ പറഞ്ഞ പോലെ കാറ്റ് ഒഴിഞ്ഞു പോവാന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഞാൻ എവിടെയെങ്കിലും ഷൂട്ടിനൊക്കെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് KSRTC സ്റ്റാൻഡിലോ അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിർത്തിയിടുന്ന സമയത്ത് 4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരുമ്പോ അപ്പൊ നോക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കാറ്റ് ഒഴിഞ്ഞ് പഞ്ചറായ പോലെയാണ്. എന്നിട്ട് ഞാൻ നേരെ പമ്പ് കൊണ്ടുപോകും, കാറ്റടിക്കും, എന്നിട്ട് പിന്നെയും ഓടും. പുള്ളിക്കാരൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമ്മിന്റെ സൈഡിലൊക്കെ ഫംഗസ് വന്നിട്ടുണ്ട്, അതിന്റെ പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും ടയർ മാറ്റാനാവുമ്പോ അങ്ങ് പോരി, ടയർ മാറ്റാൻ പൈസയൊക്കെ ആക്കിയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവും എന്തോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇപ്പൊ 11 മണി ഷിഫ്റ്റ് ആണ് ഇപ്പൊ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 11 മണിയൊക്കെ എപ്പോഴോ കഴിഞ്ഞു തോന്നുന്നു. അപ്പൊ ഞാനിപ്പോ ഏതാണ്ട് സോണിലെത്താനായിട്ടുണ്ട്. എന്തായാലും സോണിലെത്തി ഡ്യൂട്ടി ഓൺ ആക്കാം. ഇന്ന് എനിക്ക് പണിക്ക് പോകാനുള്ള എല്ലാ മൂടും പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു പണി കിട്ടി. നമ്മൾ ഈ ബൈക്ക് സെന്റർ സ്റ്റാൻഡിൽ ഇടാൻ വേണ്ടിയിട്ട് എന്റെ ബാഗിലാണെങ്കിൽ 3-3.5 ലിറ്റർ വെള്ളമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ 3-3.5 ലിറ്റർ വെള്ളം എടുത്തോണ്ട് ഞാൻ ആ പഞ്ചർ കടയിൽ അവിടെ വെച്ചു. എന്നിട്ട് ഒരു 5 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ടൗണിലേക്ക് ഇങ്ങ് പോന്നു. എന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വെള്ളം അവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയി എന്നുള്ളത്. ഇനിയിപ്പോ ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. എന്തൊക്കെയോ ഒരു കഥ. ഇന്നത്തെ ദിവസത്തിന് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. കാരണം 2 പ്രാവശ്യമായിട്ട് എന്നോട് പണിക്ക് പോണ്ടാന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് ഇങ്ങനത്തെ ചില നിമിത്തങ്ങളിലൊക്കെ കുറച്ച് വിശ്വാസമുണ്ട്. അതായത് നമുക്ക് പോവാൻ വേണ്ടിയിട്ട്, അതായത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സിഗ്നൽസ് ഒക്കെ ഇങ്ങനെ പ്രകൃതി തന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് പോവണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇരിക്കുന്നത്. എന്ത് ചെയ്യണം? നേരെ വീട്ടിൽ പോയാലോ? വേണ്ട, പോയി നോക്കാം. ഇനിയിപ്പോ ഈ പ്രകൃതി തരുന്നത് സത്യമാണോ അല്ലയോ എന്ന് അതും അറിയാലോ. ഒന്നുകിൽ ഞാൻ എന്നെ ലേറ്റ് ആക്കിപ്പിക്കുന്നത് എന്തോ ഒരു കാര്യം കൊണ്ടാണ്, അതല്ലെങ്കിൽ എന്തോ ഒരു ആപത്തുനിന്ന് രക്ഷപ്പെടുത്താനായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും പറയണ്ട, ഞാൻ വേങ്ങേരി എത്തിപ്പോയി. പ്രായമല്ലേ, മറവിയൊക്കെ ഉണ്ടാവും. അതാ 11 കാലായി. ഇനിയിപ്പോ ഞാൻ സോണിൽ എത്തുമ്പോഴത്തേക്കും 11:30 ആവും. കുഴപ്പമില്ല. പിന്നെ ഈ രാവിലെ ഒന്നും അങ്ങനെ ഓർഡർ ഉണ്ടാവില്ല. ഓർഡർ കറക്റ്റ് പീക്ക് ടൈമിലേ കിട്ടുള്ളൂ. അതായത് 12:30 സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ നല്ല രീതിക്ക് ഇങ്ങനെ പടപെടാന്ന് പറഞ്ഞടിക്കും. നമ്മളിപ്പോ സ്ഥിരമായിട്ട് പണിക്ക് ഇറങ്ങുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളിപ്പോ ഓർഡർ ഭയങ്കരമായിട്ട് ചവിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ സോണിലെത്തിയിട്ട് 1/4 മണിക്കൂറായി. ഇതുവരെ എനിക്ക് ഓർഡർ അടിഞ്ഞിട്ടില്ല. ഫസ്റ്റത്തെ ഓർഡർ ഇപ്പോഴാണ് അടിഞ്ഞത്. 70 രൂപയുടെ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഫ്ലാറ്റ് ചാർജ് ഇൻസെന്റീവിന്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലല്ലോ. നമുക്ക് 12 മണി വരെ 70 രൂപയും 12 മണി തൊട്ട് 3 മണി വരെ 75 രൂപയും 3 മണി തൊട്ട് പുലർച്ചെ 12 മണി വരെ 70 രൂപയും. അതായത് ഉച്ചയ്ക്ക് നമുക്കൊരു 5 രൂപ 3 മണിക്കൂർ 4 മണിക്കൂർ ഗ്യാപ്പിൽ 75 രൂപയിലേക്ക് അവർ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് നിമ്മി ദ ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ്. സോ റെസ്റ്റോറന്റിലേക്ക് പോയാലോ? ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത്, നിമ്മി ദ ഷെഫ്. റീച്ച്ഡ് ദ പിക്കപ്പ് ലൊക്കേഷൻ. ഓർഡർ റെഡിയാണോ? ഓർഡർ റെഡിയാണ്. മോള 40-48 2 അപ്പം 2 എഗ് റോസ്റ്റ്. ഡ്രോപ്പ് ലൊക്കേഷൻ വെറും 300 മീറ്ററോ? ആദ്യത്തെ ഓർഡർ തന്നെ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് വെറും 300-400 മീറ്ററുകൾ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. നിർമ്മൽ അപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. കൊണ്ടുപോകുന്ന ഐറ്റം 2 അപ്പവും 2 എഗ് റോസ്റ്റും ആണ്. 2 അപ്പത്തിന് 2 എഗ് റോസ്റ്റ്. നിർമ്മൽ അപ്പാർട്ട്മെന്റ് ഏതാണാവോ? നമ്മളിപ്പോ ലൊക്കേഷനിലെത്തി. നേരെ കാണുന്നതാണ് നിർമ്മൽ അപ്പാർട്ട്മെന്റ്. ദയവ് ചെയ്ത് ഗേറ്റ് അടയ്ക്കാലോ. ഡാനി മാത്യു അല്ലേ? ഓക്കെ, നമ്മളങ്ങനെ ആദ്യത്തെ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 70 രൂപ കിട്ടിയിരിക്കുകയാണ്. ദൈവമേ, ഇന്നിപ്പോൾ ഒരു 14 ഓർഡർ അടിച്ചിട്ടുണ്ടെങ്കിൽ, 14 അല്ല 15 ഓർഡർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 രൂപ കിട്ടും. പക്ഷെ 1000 രൂപ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് 1200 1300 രൂപ അടിച്ചാൽ മാത്രമാണ് 1000 രൂപ പ്രോഫിറ്റ് അടിക്കുള്ളൂ. സോ 1300 അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 20 ഓർഡർ എങ്കിലും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ ഗൈസ്, 12 മണി കഴിഞ്ഞത് കൊണ്ട് നമുക്ക് 75 രൂപയാണ് ഇപ്പോഴത്തെ ഫ്ലാറ്റ് പേ എമൗണ്ട് എന്ന് പറയുന്നത്. 12 ആയിരിക്കാണ് ടൈം. ഇപ്പൊ നമുക്ക് ഒരു ഓർഡർ അടിച്ചത് പാരഗൺ റെസ്റ്റോറന്റിൽ നിന്നാണ്. പാരഗൺ റെസ്റ്റോറന്റ് ഓർഡർ കിട്ടിയോണ്ട് യോ കുറയ്ക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഓർഡർ കിട്ടണം ചിലപ്പോൾ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും പോയി നോക്കാം. ഗോ ടു പാരഗൺ റെസ്റ്റോറന്റ്. ആ യോ കുറയ്ക്കേണ്ടി വന്നില്ല. അടുത്തൊരു ഓർഡർ കൂടി അടിച്ചിരിക്കുകയാണ്. ബാച്ച് ഓർഡർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്റെ മോനെ 150 രൂപയൊക്കെയാണല്ലോ ഇതിൽ കാണിക്കുന്നത്. അപ്പൊ 2 ഓർഡർ നമുക്ക് എടുക്കാനുണ്ട്. ഒന്ന് റെഡി ആയിട്ടും കാര്യമില്ല. ഇതിപ്പോ 2 ഓർഡറും കൂടെ അവിടുന്ന് 1 മണിക്കൂർ പോസ്റ്റ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പോലെ ഈ ദിവസം പ്രാർത്ഥിച്ചിട്ടില്ല. എന്തായാലും പ്രാർത്ഥിച്ചേക്കാം. ദൈവമേ, ഇന്ന് നല്ല ചറപറ ഓർഡർ ഉണ്ടായിരിക്കണേ. അതുപോലെ തന്നെ നല്ല കസ്റ്റമേഴ്സിനെ, നല്ല ടിപ്പ് തരുന്ന കസ്റ്റമേഴ്സിനെ കിട്ടണേ. അതുപോലെ ഒരു റെസ്റ്റോറന്റിലും ഇന്ന് പോസ്റ്റടി ഉണ്ടാവരുത്. പിന്നെ എന്തോ ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ, നേർവഴിക്ക് നടത്തണേ. അതായത് വളഞ്ഞു തിരിഞ്ഞ് റോങ് വേ കൂടെ പോയി കസ്റ്റമർ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിയാതെ നേർവഴി കൂടെ തന്നെ കിലോമീറ്റർ വളരെ കുറച്ച് കിട്ടണേ. മട്ടും പാവമൊക്കെ കണ്ടിട്ട് വലിയ പോസ്റ്റഡി ഒന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം വലിയ പോസ്റ്റഡി ഉണ്ടായിരുന്നെങ്കിൽ നേരെ ഇഷ്ടം പോലെ ഡെലിവറി ബോയ്സ് ഇവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തേനെ. എന്തായാലും നോക്കാം. 2 ഓർഡർ റെഡി ആയിട്ടുണ്ട്. ചേട്ടാ 8998 7863 ഉണ്ട്. നിങ്ങൾ സ്വിഗ്ഗിന്റെ FM അല്ലേ? നമ്പർ ഒന്ന് പറയൂ. ഷിഫ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കാൻ ഈവനിങ് ആക്കി തരൂ. ഈ സമയത്ത് ഇവിടെ വന്നുകൊണ്ട് കാര്യമുണ്ടായി. ഇപ്പൊ എന്തായാലും പാരഗൺ ഈ ഒരു ഓർഡർ കിട്ടിയത് വളരെ നന്നായി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഞാൻ ഷിഫ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മളിപ്പോ പാരഗണിൽ ചെന്ന സമയത്ത് സ്വിഗ്ഗിയുടെ FM കണ്ടു. പുള്ളിക്കാരൻ എനിക്കിത് ഡേ ഷിഫ്റ്റ് ഉള്ളത് ഈവനിങ് ഷിഫ്റ്റിലോട്ട് മാറ്റി തന്നു. ഞാൻ എത്ര ദിവസമായി എന്നറിയോ ഇതിനു വേണ്ടി ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉച്ചയ്ക്ക് ഭയങ്കര വെയിലായതുകൊണ്ട് എല്ലാവരും ഷിഫ്റ്റ് മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ പെൻഡിങ്ങിൽ ഇടുന്നത്. ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മോശം സംഭവം ആയാലും ശരി, നല്ല കാര്യമാണെങ്കിലും ശരി, അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു കാരണം ഉണ്ടാവും. അതായത് ഇപ്പൊ ഒരു മോശ സംഭവം നടന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരു മോശ സംഭവം ആയിക്കൊള്ളുന്നില്ല. ഇൻ ഫ്യൂച്ചർ ആ മോശ സംഭവം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല കാര്യം ലഭിച്ചേക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് രാവിലെ എനിക്ക് ടയർ പഞ്ചർ ആയല്ലോ. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഇന്നൊരു ശകുനമാണല്ലോ, ഇന്ന് പോണ്ട എന്നോട് പ്രകൃതി പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ആ ടയർ പഞ്ചർ ആയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ സോണിലെത്തി വേറെ എവിടെയെങ്കിലും ഓർഡർ എടുത്ത് ഇപ്പൊ വേറെ ഏതെങ്കിലും റെസ്റ്റോറന്റ് ഫുഡ് എടുത്തിട്ട് വേറെ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാനായിരിക്കും സാധ്യത. ആ ടയർ പഞ്ചർ ആവുകയും അതുപോലെ തന്നെ വെള്ളം മറന്നു വെക്കുകയും ചെയ്തത് കൊണ്ട് എനിക്കിപ്പോ ഇവിടെ പാരഗണിൽ വരാൻ ഓർഡർ കിട്ടി. സീരിയസ്
സീരിയസ്ലി ഞാൻ കുറച്ചുകൂടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും റെസ്റ്റോറന്റ് ആയിരിക്കും എനിക്ക് ഓർഡർ കിട്ടാൻ പറയാൻ പറ്റില്ല. ഇവിടെ തന്നെ കിട്ടിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. പിന്നെ നമുക്ക് വരാനുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും പിടിച്ചു വെച്ചാലും ഒക്കെ നമുക്ക് കിട്ടാനുള്ളത് കിട്ടും ചെയ്യും, പോകാനുള്ളത് പോവുകയും ചെയ്യും. അതെന്തേലും ആവട്ടെ, ഈ തത്വം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് നമുക്ക് എന്തായാലും ഈ ഓർഡർ കൊണ്ടു കൊടുക്കാം. ഈ ഓർഡർ നമുക്ക് ലൈഫ് സ്റ്റൈൽ അപ്പാർട്ട്മെന്റ് കാരപ്പറമ്പിലേക്കാണ് കൊണ്ടു കൊടുക്കാനുള്ളത്. സോ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ. ഇതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അപ്പാർട്ട്മെന്റ്. സെക്യൂരിറ്റി ഒക്കെ കിടന്ന് ഉറങ്ങുള്ളൂ. പാവത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല, എമ്മാതിരി ചൂടാ. 14C. ഓക്കെ ഗൈസ്, അങ്ങനെ ആദ്യത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വലിയ രസമില്ല, ഈ ഗ്ലാസ് ഒന്ന് വൃത്തിയാക്കി കൂടെ ഇവന്മാർക്ക്. കുഴപ്പമില്ല. ഫോണിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും പോയി. അങ്ങനെ ബാച്ച് ഓർഡറിലെ രണ്ടാമത്തെ ഓർഡറുമായി നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ. മെലോ സ്കൈ വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഫ്ലാറ്റിലേക്കാണ് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത്. എന്തായാലും പോയി നോക്കാം. ഇനിയിപ്പോ ഫ്ലാറ്റിലേക്ക് കയറുന്നതുകൊണ്ട് ഹെൽമെറ്റ് അയക്കേണ്ടി വരും. അപ്പൊ ഞാനിത് കൊടുത്തേച്ചും വരാം. യെസ് ഗൈസ്, നമുക്ക് അങ്ങനെ നാലാമത്തെ ഒരു ഓർഡറോടെ കിട്ടിയാണ്. കാട്ടി സോൺ റോൾസ് റാപ്പോ. കാട്ടിയോ? ഇതൊക്കെ ഒരു റെസ്റ്റോറന്റിന് ഇടാൻ പറ്റിയ പേരാ. അതായത് നമുക്കിപ്പൊ കിട്ടിയ ഒരു റെസ്റ്റോറന്റ് ഇല്ലേ, ഒരു ഓർഡർ ഇപ്പൊ കിട്ടിയല്ലോ, ആ റെസ്റ്റോറന്റിന് ഒരുപാട് പേരുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വാം ഓവൻ, ക്രഞ്ചി ചിക്കൻ, സൺഡേ ബർഗർ, അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ട് ഒരു 3-4 പേരുകളുണ്ട്. 3-5 എല്ലാം തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഒരു 9-10 പേരുകൾ. അപ്പൊ ഈ കസ്റ്റമേഴ്സ് സൊമാറ്റോ ആപ്ലിക്കേഷനിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് പേരുകളുള്ള റെസ്റ്റോറന്റ് ഉണ്ടാവും. പക്ഷേ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു സ്ഥലത്തു നിന്നാണ്. ഇപ്പൊ ഞാൻ അവിടെ റെസ്റ്റോറന്റിൽ എത്തിയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഒരുപാട് പേരുണ്ട്, ചില്ലറൊന്നല്ല. എനിക്ക് തോന്നുന്നു 12 പേരോളം ഉണ്ട്. അത് ആക്ച്വലി ഒരു ഗുഡ് ബിസിനസ് ഐഡിയ ആണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ പറഞ്ഞ റെസ്റ്റോറന്റിൽ എത്തി. ഇവിടെ ഉണ്ടല്ലോ വാമോവൻ ഉണ്ട്. അതായത് ഇതിന്റെ മൊത്തത്തിലായിട്ടുള്ള പേര് എന്ന് പറയുന്നത്, ഈ റെസ്റ്റോറന്റിന്റെ പേര് ശരിക്കും എന്ന് പറഞ്ഞത് വാമോവൻ ആണ്. പക്ഷേ ഇവിടെ വേറെ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാമോവൻ ഉണ്ട്, പിന്നെന്താ വെച്ചിട്ടുണ്ട്, കാട്ടി സോൺ ഉണ്ട്, മോമോ സോൺ ഉണ്ട്, പിന്നെന്താ ഇന്ത്യാന ബർഗർ ഉണ്ട്, അങ്ങനെ ബർഗർ വേറെ എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ ഇത് മൊത്തം എത്ര ഉണ്ടെന്നറിയോ? 1, 2, 3, 4, 5, 6, 12 ഷോപ്പുണ്ട് ഇവിടെ. ഒന്നിൽ തന്നെ 12 റെസ്റ്റോറന്റ് ആണ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ വന്ന് നിന്നപ്പോൾ വേറൊരു ഓർഡറും കൂടി എനിക്ക് അടിഞ്ഞു. അതായത് ഇതിപ്പോ ബാച്ച് ഓർഡർ ആയിട്ടാണ് ഇതിപ്പോ കിട്ടിയത്. ഈ ബാച്ച് ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിന്നോ അല്ലെങ്കിൽ ഒരേ റെസ്റ്റോറന്റിന്നോ ഒക്കെ കിട്ടിയ എന്തൊരു രസമായിരുന്നേ. ഓക്കെ, അപ്പൊ എന്തായാലും ബാച്ച് ഓർഡറിൽ അടുത്ത ഓർഡർ നമുക്ക് എടുക്കാനുള്ളത് ഗസാനിയ റെസ്റ്റോറന്റിലേക്കാണ്. അപ്പോൾ അത് പോയി എടുത്തിട്ട് വരാം. ഇവിടെ എവിടെ ഒന്നായിരുന്നല്ലോ ഗസാനിയ റെസ്റ്റോറന്റ്. ഇത് തന്നെ. സോ നമുക്ക് എന്തായാലും ഓർഡർ എടുക്കാം. ബാച്ച് ഓർഡറിൽ നമ്മുടെ രണ്ടാമത്തെ ഓർഡറാണ് എടുക്കാനുള്ളത്. ബൈക്ക് അപ്പുറം കൊണ്ടുപോയി നിർത്തിയിടണം. ഇവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടിട്ട് കാര്യമുണ്ടോ? ഞാൻ ഈ സ്വിഗ്ഗിയുടെ ബാഗ് കിട്ടിയത് കൊണ്ട് റെസ്റ്റോറന്റുകാരെല്ലാം വിചാരിക്കുന്നത് സ്വിഗ്ഗിയിലാണ് ഓർഡർ എടുക്കാൻ വരുന്നതെന്നാണ്. തന്തൂരി ചിക്കൻ ക്വാർട്ടർ 10 മിനിറ്റ് ഇവിടെയും പോസ്റ്റ് കിട്ടി. ഓർഡർ റെഡി ആയിട്ടുണ്ട്. തന്തൂരി ചിക്കൻ 5078. സമയം അങ്ങനെ 1:30 മണിയായി ഗൈസ്. സമയം എത്ര പെട്ടെന്നാ തീരുന്നത്. 4 ഓർഡർ എടുത്തപ്പോഴത്തേക്ക് 1:30 മണിയായി. എന്റെ അമ്മ. നമുക്കിപ്പൊ കിട്ടിയ ഓർഡർ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ആർക്കിടെക്ചർ ബ്യൂറോ. എന്റെ പൊന്നെ. ഓക്കെ, നമ്മൾ ഏതാണ്ട് കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ട്രോപ്പിക്കൽ ആർക്കിടെക്ചർ. നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയല്ലോ. ഇവിടെ അങ്ങനെ ഒരു ബിൽഡിംഗ് ഒന്നും കാണുന്നില്ല, ഒക്കെ വീടുകൾ മാത്രമാണല്ലോ. സ്വിഗ്ഗിയുടെ ബാഗ് കണ്ടിട്ടാണോ മനസ്സിലാവാഞ്ഞ്? ഈ ബാഗ് മലയാളി ഇല്ല, ഹിന്ദി. കിധർ സേ? നൈസ്. ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയില്ല. ഓക്കെ, പുള്ളിക്കാരി മഹാരാഷ്ട്രയിൽ നിന്നും ഇവിടെ വർക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്റെ സ്വിഗ്ഗി ബാഗ് കണ്ടത് കൊണ്ടാണ്. പുള്ളിക്കാരി ആദ്യം മീൻസ് നമ്മൾ പോകുന്ന സമയത്ത് പുള്ളിക്കാരി എന്നെ കണ്ടിരുന്നു. പക്ഷെ സ്വിഗ്ഗി ബാഗ് കണ്ടത് കൊണ്ട് പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുൽ PK, പാലാട്ട് പറമ്പത്ത്, അനശ്വര റെസിഡൻസ്. ഓക്കെ, അനശ്വര റെസിഡൻസ് 73 ആണ്. 76 ആയി ഗൈസ്. സമയം അങ്ങനെ 5 മണി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് എന്താണെന്നറിയില്ല, ആകെക്കൂടെ എനിക്കൊരു ശോകമൂകതയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നുണ്ട്. പിന്നെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നില്ലേ, കണ്ണൂർ പള്ളിപ്പൊയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തൊക്കെ ആരോ സൂര്യാഘാതമൊക്കെ ഏറ്റ് മരിച്ചിട്ടുണ്ട്. ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ ഓരോ വർഷം കഴിയും തോറും നമ്മളിപ്പോ സൂര്യനോട് അടുത്തടുത്ത് അങ്ങ് കത്തിപ്പോകുന്ന എനിക്ക് തോന്നുന്നു. ഇന്ന് കിട്ടിയ ഓർഡറിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 3-4 മാത്രമേ നല്ലതായിട്ട് ലോങ് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അത്യാവശ്യം ചെറിയ ഓർഡറുകളാണ് മൊത്തം കിട്ടിയത്. മേ ബി ഒരു 2 കൂടെ നമുക്ക് എടുക്കണമെന്നുണ്ട്. അതായത് 20 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം നമുക്ക് 1400 രൂപ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഈ 1400 രൂപ ഏണിങ്സ് ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു 1000 രൂപയൊക്കെ ആയിട്ട് മടങ്ങി പോകാനായിട്ട് പറ്റുള്ളൂ. ഏതോ ഒരു ഖുദാമിലേക്ക് കൊണ്ടുപോയി വിടുന്നുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലാണ് കസ്റ്റമർ ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. ഇന്ന് പല കസ്റ്റമേഴ്സും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാൻ നോക്കുമ്പോഴേ ഈ സ്വിഗ്ഗിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് സൊമാറ്റോയിൽ ഈ ഫുഡിന് ഭയങ്കര പൈസ കുറവാന്ന് തോന്നുന്നു. ഇത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി 73 രൂപയുടെ കിട്ടിയത്. ഇന്നാളല്ല, ഇന്ന് എന്റെ വേറൊരു ഓർഡർ കിട്ടിയത് 95 രൂപയ്ക്ക് ഒരു അത്യാവശ്യം കഴിക്കാനുള്ള ബോക്സ് ഉണ്ട്.
73 കറന്റ് നമ്മൾ 18 ഓർഡറാണ് സുഹൃത്തുക്കളെ കംപ്ലീറ്റ് ചെയ്തത്. 18 ഓർഡറിൽ നമുക്ക് 1300 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു 2 ഓർഡർ കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ 140 രൂപയും കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടും. ഇപ്പൊ സത്യം പറഞ്ഞാൽ വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും ഭയങ്കര ഉറക്കം വരും. അതായത് അത്രയും ക്ഷീണമാണ്. പണി കഴിയുക, വീട്ടിൽ പോവുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക, വീണ്ടും പണിക്ക് വരിക. ഇതന്നെ അവസ്ഥ. 2 എണ്ണം അടിച്ചിട്ട് വീട്ടിൽ പോവാന്ന് വിചാരിച്ചായിരുന്നു. ഭയങ്കര പോസ്റ്റ് അടി. ഇപ്പൊ റണ്ണം അടിഞ്ഞത് ഈ സമം MC സ്ക്വയറിൽ നിന്നും. ഇവിടെ അടുത്ത് തന്നെയാണ് റെസ്റ്റോറന്റ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ റീച്ച് എടുത്ത് റെസ്റ്റോറന്റ് കൊടുക്കാം. ഓർഡർ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പോയി നോക്കാം എന്താണ് എടുക്കാനുള്ളത്. 3084 ന്യൂട്ടൺസ് ഫേവറേറ്റ് ചിക്കൻ ബർഗറോ? ന്യൂട്ടൺ ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ട് ചിക്കൻ ബർഗർ ഒക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ 19ാമത്തെ ഓർഡർ കൊണ്ടാണ് നമ്മൾ ഇപ്പൊ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോകുന്നത്. ഇത് നമുക്ക് ചാലപ്പുറം ഭാഗത്തേക്കാണ് ഓർഡർ കിട്ടിയത്. കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ഫേവറേറ്റ് എന്തോ ബർഗറാണ്. ഞാൻ ശരിക്കും അത് വായിച്ചത് ഓർമ്മയില്ല. സോ ഇനി നമുക്ക് ഏണിങ്സിലേക്ക് വരാം. ഇന്നലെ ഞാൻ രാത്രി ഏകദേശം 8:30 മണി വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തം ഞാൻ 20 ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തത്. 1456 രൂപയാണ് ഇന്നലത്തെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ ഫുഡ് പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ ഒരു 60 രൂപ ചോറിനായിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്രോൾ എക്സ്പെൻസ് 130 കിലോമീറ്ററിനടുത്ത് നമ്മൾ ഓടിയിട്ടുണ്ട്. സോ 260 രൂപയുടെ പെട്രോൾ വേണം. പ്ലസ് 60 രൂപ ചോറിനും കൂടെ കൂട്ടുകയാണെങ്കിൽ 320. സോ റൗണ്ട് ഫിഗർ ആയിട്ട് നമുക്ക് 300 രൂപ എക്സ്പെൻസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1456 നിന്നും 300 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്രയാ? 1156 രൂപ. 1156. അതാണ് നമുക്ക് ഇന്ന് കിട്ടിയ പ്രോഫിറ്റ് എന്ന് ഇന്നലെ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഫ്ലാറ്റ് പേ നിൽക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന സുഹൃത്തുക്കളെ. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.